ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഇവിടെ മുന്നിലായിട്ട് നമുക്കൊരു മതിൽ കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മതിലുണ്ട്. റിവേഴ്സർ എടുത്തു വരുന്ന സമയത്ത് അവിടെ തട്ടാൻ പാടില്ല. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു സ്കൂട്ടിയും പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തട്ടാതെ വേണം എൻ്റെ ഒരു വാഹനം നേരെ റിവേഴ്സ് എടുത്ത് പുറകിലേക്ക് പോകേണ്ടത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു വാഹനം ഒരു കാർ പോർച്ചിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത് കാർ പോർച്ചിൽ നിന്ന് ഒരു വാഹനം എങ്ങനെ റോഡിലേക്ക് നമുക്ക് വാഹനം കൃത്യമായിട്ട് എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും മിറർ നോക്കിക്കൊണ്ടൊരു വാഹനം റിവേഴ്സ് എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കാർ പോർച്ചുകളിൽ സൈഡിലൊക്കെ ആയിട്ട് മതിലുകളും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തട്ടാതെ വേണം വണ്ടി എടുക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഏകദേശം ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാർ പോർച്ചിൽ നിന്നും നിങ്ങൾക്കൊരു വാഹനം ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഒബ്ജക്റ്റുകളാണ് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വണ്ടി ഇടിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കുക. ഇവിടെ ഒന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മതിലാണ്. നിങ്ങൾ നോക്കുക, ഈ മിററിലൂടെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു മതിൽ കാണാം. എന്നാൽ ഈ മതിലുമായിട്ട് നമ്മുടെ വണ്ടി ഒരു സ്പേസ് ഇട്ടാണ് കിടക്കുന്നത്. അതിനർത്ഥം നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ഇടിക്കത്തില്ലെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സൈഡിലേക്ക്, അതായത് ഇടത് സൈഡിലേക്ക് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി ആ മതിലേ പോയി ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ സ്പേസ് നമുക്ക് മതിലുമായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ്, വണ്ടിയുടെ ബാക്കിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നോക്കി ആ ഒരു ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒന്ന് നമുക്കിവിടെയുള്ള ഈ ഒരു സ്കൂട്ടിയാണ്. ഈ സ്കൂട്ടിയെ നമ്മുടെ വണ്ടി തട്ടാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്ന സമയത്ത് പുറകിലായിട്ട്, അതായത് വണ്ടിയുടെ ബാക്കിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിവേഴ്സ് എടുത്ത് പുറകിലേക്ക് വരുമ്പോൾ പുറകിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് നമ്മുടെ വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലെ മിറർ നോക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യണം, സെൻറ്റർ മിററും നോക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ വണ്ടി ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇടത് സൈഡിലേക്ക് ഇറങ്ങി റോഡിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എൻ്റെ വണ്ടി പോകേണ്ടത്. അതായത് ഇടത് സൈഡിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, വാഹനം ബ്രേക്ക് വരുന്നു, ക്ലച്ച് ഔട്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ വാഹനം കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ എങ്ങോട്ടേലൊക്കെ തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടയർ തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടയറിൻ്റെ തിരിവ് ഒന്ന് നേരെയാക്കണം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇപ്പം ഇത് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് അങ്ങ് ഓടിച്ചു പിടിക്കുക. ഇപ്പോൾ ഈ ഇടത് സൈഡിലേക്കാണെങ്കിൽ ഇടത് സൈഡ്, അല്ലെങ്കിൽ വലത് സൈഡിലേക്കാണെങ്കിൽ വലത് സൈഡ്, എങ്ങോട്ടാണെങ്കിലും ഓടിച്ചു പിടിച്ചു, ഒരു പ്രശ്നമില്ല. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിടിക്കും. ഇപ്പോൾ ഞാൻ ഇടത് സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലത് സൈഡിലേക്ക് ഒരു അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും വലത് സൈഡിലേക്ക് ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെ വരും. അപ്പം ടയർ നേരെയാക്കാനായിട്ട് നിങ്ങൾ വെളിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. വണ്ടിയിൽ ഇരുന്ന് ഒരു 1.5 റൗണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിക്കും. ഇപ്പോൾ ഇടത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചേക്കാണെങ്കിൽ അവിടുന്ന് ഒരു 1.5 റൗണ്ട് ഇങ്ങോട്ട് പിടിച്ചാൽ ടയർ നേരെയാവും. ഇനി അത് നേരെയാണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് പതിയെ ക്ലച്ച് ഒന്ന് അയച്ച് വണ്ടി പതിയെ ആക്സിലറേഷൻ കൊടുത്തൊന്ന് അനക്കി നോക്കുക. അനക്കി നോക്കുന്ന സമയത്ത് വണ്ടി നേരെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. ഇപ്പം എൻ്റെ വണ്ടി കണ്ടോ, കറക്റ്റ് നേരെ മുന്നോട്ടാണ് നീങ്ങിയത്. അപ്പം ടയർ നേരെയാണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. ഇനി എൻ്റെ വണ്ടിയുടെ ബാക്ക് ശരിക്കും പോകേണ്ടത് എങ്ങോട്ടാണ്, ഇടത് സൈഡിലേക്കാണ്. അപ്പോൾ ഇടത് സൈഡിലുള്ള മതിലെ തട്ടാതിരിക്കണം. ആ മതിൽ കവർ ചെയ്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് കുറച്ചൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വേണം ഇടത് സൈഡിലേക്ക് ഞാൻ ഓടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എൻ്റെ വണ്ടി മതിലെ പോയി ഇടിക്കും. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ ആ മതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടിയുടെ ടയർ നേരെയാക്കിയിട്ടുണ്ട്, സ്റ്റിയറിംഗ് നേരെയാണ്, പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു മതിലുമായിട്ട് ചേർന്നാണ് പോകേണ്ടതെങ്കിൽ മതിലിൻ്റെ വെളിയിലേക്ക് കുറച്ച് നമ്മുടെ വാഹനം ഇതുണ്ട്, ഇതുപോലെ ഒന്ന് ഇറക്കുക. ഇതുണ്ട് വണ്ടിയുടെ ബാക്കിൽ ആ ഡോർ ഹാൻഡിൽ കടന്നു കഴിഞ്ഞാൽ, ആ മതിൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിലെ ബമ്പർ ആ മതിലിൻ്റെ എൻഡ് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇടത് സൈഡിലേക്കാണ് നിങ്ങളുടെ വണ്ടി ഇറങ്ങേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, വണ്ടിയുടെ ബാക്ക് ഇടത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും
സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. വണ്ടി ചവിട്ടി നിർത്തുക, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു, ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുന്നു. ഇനി ഇപ്പോൾ ഇടത് സൈഡിലുള്ള മതിലിൽ നമ്മുടെ വാഹനം ഇനി തട്ടത്തില്ല, അത് നമുക്ക് ഉറപ്പായി. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലത് സൈഡാണ്. വലത് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ? ഇപ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ നോക്കുക, സ്കൂട്ടി ഉണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഫ്രണ്ടിലെ സ്കൂട്ടിയെ തട്ടുമെന്ന് ഇനി നിങ്ങൾ നോക്കുക. ഇതിനെന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പതുക്കെ പുറകിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുൻവശം അവിടെ തട്ടുമെന്ന് നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, അവിടെ തട്ടാതെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വണ്ടി എടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ റൈറ്റ് സൈഡ് വരുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. ഇനി റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിലൊരു മതിലുണ്ട്, ഏറ്റവും പുറകിലായിട്ട്. അവിടെ നമ്മുടെ വണ്ടി തട്ടാൻ പാടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് പതിയെ ക്ലച്ച് അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഇതുപോലെ വാഹനം നിങ്ങൾ പുറകിലേക്ക് എടുക്കുക. നിങ്ങൾ നോക്കിയേ, ഇപ്പം ഞാൻ പുറകിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഇതുകൊണ്ട് ആ മതിലയിലൊന്ന് തട്ടാതെ ആ മതിലുമായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് എൻ്റെ വാഹനം നേരെ ബൈക്കിലേക്ക് ഇറങ്ങുകയാണ്. ഞാനിത് മിറർ നോക്കിക്കൊണ്ട് കറക്റ്റായിട്ട് ബൈക്കിലേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങൾ നോക്കുക, കണ്ടോ, ആ ഗ്യാപ്പ് ഇട്ട് ഇറങ്ങി വരികയാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഏരിയയും സേഫായി ബാക്ക് സൈഡിലേക്ക് വണ്ടി ഇറങ്ങി വരുന്നു. ഇടത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി വന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗവും നമ്മൾ കവർ ചെയ്ത് വെളിയിൽ വന്നു. പുറകിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരെ ബാക്കിലേക്കാണ് നമ്മുടെ വാഹനം പോകേണ്ടത്. കണ്ടോ, അങ്ങോട്ട്. ഇനി അങ്ങോട്ട് നേരെ റോഡിലേക്ക് ഇറങ്ങി പോയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്കിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പം ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചേക്കാണ്. എനിക്ക് നേരെ റോഡിലേക്ക് ഇറങ്ങണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു അര റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു, ഒരു റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ടയർ നേരെ, സ്റ്റിയറിംഗ് നേരെ, ജസ്റ്റ് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, നമ്മുടെ വാഹനം നേരെ ബാക്കിലേക്ക് ഇതുകൊണ്ടോ ഈ കാർ പോർച്ചിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇനി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇനി വലത് സൈഡിലേക്ക് പോകണം. അതായത് എനിക്ക് മുന്നോട്ട് ഇങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ എൻ്റെ വണ്ടിയുടെ ബാക്ക് വലത് സൈഡിലേക്ക് പോയെങ്കിൽ മാത്രമേ വണ്ടി വലത് സൈഡിലെ ആ ഒരു റോഡിൻ്റെ ഏരിയയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് നമ്മൾ പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുക, ഇതുപോലെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇതുകൊണ്ടോ വലത് സൈഡിലേക്ക് പോകും. ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക, റൈറ്റ് സൈഡിലെ മിറർ നോക്കുക, നേരെ ബാക്കിലേക്ക് വരിക. കണ്ടോ, വലത് സൈഡിലേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ. വലത് സൈഡിലേക്ക് പോകുന്നു, റോഡിലേക്ക് വന്നു. വണ്ടി റോഡിൽ നേരെയായെങ്കിൽ സ്റ്റിയറിംഗ് നമ്മൾ ഒരു 1.5 റൗണ്ട് പിടിക്കുക. അര റൗണ്ട് പിടിച്ചു, 1 റൗണ്ട് പിടിച്ചു. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ പോർച്ച് ഏത് രീതിയിലാണെങ്കിൽ കിടക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇടത് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ നേരെയോ എങ്ങനെ വേണേലും എടുക്കാം. അതിന് ഈ ഒരു ഐഡിയ നിങ്ങൾ ഏറ്റവും ആദ്യം കണക്ക് കൂട്ടുക. വണ്ടിയുടെ ബാക്ക് തട്ടാതിരിക്കാനായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകൾ മനസ്സിലാക്കുക, മിറർ നോക്കുക, വണ്ടി പതുക്കെ എടുക്കുക, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നതും ക്ലച്ച് കൺട്രോളിങ്ങും ഒക്കെ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളം അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ബൈ.